ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഈ സമാധി പൊളിക്കാൻ താമസിക്കുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ മരണകാരണം കണ്ടുപിടിക്കാനുള്ള സാധ്യതയും കുറയുന്നു എന്നുള്ളതാണ്. ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എടുത്താൽ മാത്രമേ ശാസ്ത്രീയ പരിശോധനയിലൂടെ മരണം സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഫേസ്ലെസ് ആണ്. അച്ഛൻ അമ്മയെടുത്ത് 3 ദിവസത്തിന് മുന്നേ ഞാൻ ഈ സമാധിയാവും, ഞാൻ പോവും പെണ്ണെ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, പോ ചേട്ടാ. നെയ്യാറ്റിൻകര ഗോപന്റെ സമാധിയുടെ കാര്യത്തില് എന്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ ഒരു നിലപാടെടുത്തതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പോലീസ് ഇതറിഞ്ഞപ്പോ തന്നെ വ്യക്തമായ ഒരു നിലപാടെടുത്തിരുന്നുവെങ്കിൽ ഇത് ഇങ്ങനെ ഒരു കയ്യേറ്റത്തിലും ഇങ്ങനെ ഒരു അനാസ്ഥയിലും അവസാനിക്കുകയില്ലായിരുന്നു. ഇതിനകത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ ഗവൺമെന്റിനും അതുപോലെ തന്നെ ഈ പോലീസ് സംവിധാനത്തിനും വളരെ വലിയ പരാജയം വന്നിട്ടുണ്ട്. ഇത് അയൽക്കാരുടെ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ്, പരാതി കിട്ടിയിട്ടാണ് പോലീസ് ഇതിനകത്ത് ഇടപെടുന്നത്, പോലീസ് ഇതിനെ കുറിച്ച് അറിയുന്നത്. കാരണം 2-2.5 വർഷമായിട്ട് കിടപ്പിലായ ഒരാള് ഒരു നോട്ടീസ് ബോർഡിലൂടെ സമാധിയായെന്ന് നാട്ടുകാർ അറിയാണ്. സ്വാഭാവികമായും നാട്ടുകാർക്ക് ഉണ്ടാകുന്ന ഉത്കണ്ഠ കൊണ്ടാണ് നാട്ടുകാർ പരാതിപ്പെട്ടത്. നിങ്ങൾ നേരിട്ട് കണ്ടിട്ട് എത്ര ആളായി? 4 കൊല്ലം വരെ. എവിടെയാണ് ചേട്ടൻ താമസിക്കുന്നത്? അതിന്റെ അപ്പുറത്താണ്. തൊട്ട് അയലോക്കക്കാരനായിട്ടും കണ്ടിട്ടില്ല. 2 വർഷമായിട്ട് ഇയാൾ കിടപ്പ് രോഗിയാണ്. നടക്കാൻ വയ്യാത്ത ഒരാളെങ്ങനെ നടന്നു വന്നതിനകത്തിരിക്കും? സ്വന്തം മൂത്രം പോലും കിടക്കയിൽ ഒഴിച്ചുകൊണ്ടിരുന്ന ഒരാള് നടന്നുപോയി ഇരിപ്പിടത്തിലിരുന്ന് ഇനി സ്ലാബ് എടുത്തു വെച്ചോ എന്ന് പറയുന്ന രീതിയിൽ പോയി എന്ന് മക്കൾ പറയുമ്പോ അത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. വന്ന് വിളിച്ച് എല്ലാം കൺഫേം ചെയ്യാന്ന് പറഞ്ഞാൽ അവര് വന്ന് ആ ദർശനം കാണാൻ പാടില്ല. ആ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് സമാധി സമയം. അത്ര ചൈതന്യമാണ് സമാധി, ബ്രഹ്മത്തിൽ ലയിക്കുന്ന സമയമാണ്, യോഗീശ്വരനാണ്. ആ മനുഷ്യനെ കാണാനില്ല എന്നുള്ളത് മാൻ മിസ്സിംഗ് കാറ്റഗറി വരുന്ന ഒരു കാര്യമാണ്. പോലീസ് എന്തുകൊണ്ട് ഇത് ഇത്രയും സമയം വെയിറ്റ് ചെയ്യിപ്പിച്ചു എന്നുള്ളതും മനസ്സിലാകുന്നതേയില്ല. കാണാനില്ലാത്ത ഒരു മനുഷ്യൻ സ്ലാബിനടിയിൽ ഉണ്ടെന്ന് മക്കൾ അവകാശപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ആ സ്ലാബ് കൊത്തി തുറന്ന് നോക്കേണ്ടത് പോലീസിന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ്. മാൻ മിക്സിംഗ് കേസാണ്. സുമാരക്കുറുപ്പിനും മാൻ മിക്സിംഗ് ആണ്. വർഷം 40ആയി അവര് വിളക്ക് കൊളുത്തി അവര് ഒരു സമാധി എന്ന് വിശ്വസിച്ച് നടക്കുന്ന സ്ഥലത്ത് അച്ഛൻ എല്ലാം പറഞ്ഞിരുന്നു 11:30 ആകുമ്പോഴത്തേക്കും എന്റെ കറക്റ്റ് സമാധിയാവും. സമാധി എന്ന് പറഞ്ഞ് ആർക്കും ആരെയും കൊല്ലാം എന്നുള്ള രീതിയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇപ്പൊ സമാധി മണ്ഡപം പൊളിച്ചാല് അയാള് അസ്വാഭാവികതയൊന്നുമില്ലാതാണ് മരണപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞാല് തിരിച്ച് സമാധിയിലേക്ക് തന്നെ വെക്കാൻ എന്തെങ്കിലും പരിഹാര പ്രക്രിയ കാണാതിരിക്കുകയില്ലല്ലോ. ഈ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഒന്നിന്റെയും അവസാനമാവുന്നില്ലല്ലോ. എന്തുകൊണ്ട് ഇതിന് അവര് സമ്മതിക്കുന്നില്ല? അത് നമുക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. സമാധി ഇരുത്തുക എന്ന് പറയുന്ന ചടങ്ങ് തന്നെ വളരെ രഹസ്യമായി വേണമെന്ന് ഏത് ഗ്രന്ഥത്തിലാണ് പറയുന്നത്? രുദ്രാഗമം പോലെയുള്ള രൗരവാഗമം പോലെയുള്ള ആഗമങ്ങളിൽ ശൈവ സാധകന്മാരെ ആ സമാധി അവരുടെ അന്ത്യേഷ്ടി കർമ്മങ്ങളെ സംബന്ധിച്ച് വളരെ വിപുലമായി വിവരിക്കുന്നുണ്ട്. അത് വളരെ രഹസ്യമായി നടത്തണമെന്ന് എവിടെയും പറയുന്നില്ല. ആചാരത്തിന്റെ യുക്തി അനുസരിച്ച് നോക്കിയാൽ പോലും തെറ്റായ ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്.